കൊച്ചുത്രേസ്യയുടെ പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണം. ഹൃദ്യവും അഗാധവുമായിരുന്നു വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ കുർബാനയോടുള്ള ഭക്തി. ഓർമ്മ വെച്ച നാൾ മുതൽ വിശുദ്ധ കുർബാനയെ അവൾ സ്നേഹിച്ചു, ആരാധിച്ചു. വേദനയിലും പരീക്ഷണഘട്ടത്തിലും അവൾ കണ്ടെത്തിയ ശക്തി കേന്ദ്രം വിശുദ്ധ കുർബാനയായിരുന്നു. ഒരു വ്യക്തിപരമായ ബന്ധമായിരുന്നു വിശുദ്ധ കുർബാനയോട് കൊച്ചുത്രേസ്യയ്ക്ക് ഉണ്ടായിരുന്നത്. കുഞ്ഞായിരുന്നതുകൊണ്ട് പള്ളിയിൽ പോകാൻ സാധിക്കാതെ വന്നപ്പോൾ എപ്രകാരമാണ് വീട്ടിൽ ആ സമയത്ത് കഴിഞ്ഞിരുന്നതെന്ന് കൊച്ചുത്രേസ്യ എഴുതുന്നു. ഞാൻ വളരെ അടങ്ങിയൊതുങ്ങിയാണ് ഇരുന്നത്. കുർബാനയുടെ സമയത്ത് പെരുവിരൽ കുത്തി മാത്രമാണ് ഞാൻ നടന്നിരുന്നത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാലുടൻ അവർണ്ണനീയമായ ആഹ്ലാദമാണ് എന്നിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. ഒരു കപ്പേളയെന്ന വണ്ണം അലങ്കൃതമായിരുന്നു എൻ്റെ കൊച്ചോമന ചേച്ചിയുടെ മുമ്പിലേക്ക് ഞാൻ ഓടിച്ചെന്ന്, ഹാ എൻ്റെ കുഞ്ഞ് സെലിൻ ചേച്ചി, വാഴ്ത്തപ്പെട്ട അപ്പം എനിക്ക് വേഗം തരൂ എന്ന് പറയുമായിരുന്നു. വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി തെരേസയ്ക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ട അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും കൈകളിൽ ഇരുന്നു കൊണ്ട് വിശുദ്ധ കുർബാനയോടുള്ള ഭക്തി അവളിൽ വളർന്നത്. പിന്നീട് നാം കാണുന്നത് തെരേസയ്ക്ക് ജീവിതകാലം മുഴുവൻ അഗാധമായ ആനന്ദവും സ്ഥായിയായ സന്തോഷവും പകർന്നു കൊടുത്തിരുന്ന ദിവ്യബലിയും ദിവ്യഭോജനവുമാണെന്ന്. പ്രാധാന്യമുള്ള ഏതെങ്കിലും ഒരു കാര്യം ഏറ്റെടുത്താൽ അത് ആരംഭിക്കുന്നതിന് മുൻപായി അവൾ എപ്പോഴും ആ നിയോഗം അർത്ഥം വിശുദ്ധ കുർബാന ചൊല്ലിച്ചിരുന്നതായി ചേച്ചി സെലിൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. നിത്യവും പിതാവിനോടൊത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുമായിരുന്ന കൊച്ചുറാണി തൻ്റെ നാളുകളിലെ തീക്ഷ്ണമായ ആഗ്രഹത്തിൻ്റെയും ഒരുക്കത്തിൻ്റെയും ഒടുവിൽ 1880 തൻ്റെ ആദ്യ കുമ്പസാരം നടത്തുവാനും വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും തീക്ഷ്ണതയോടെ ഒരുങ്ങി. പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് മുമ്പ് എപ്രകാരം തെരേസ അതിനു മുമ്പായി ഒരുങ്ങിയിരുന്നുവെന്ന് പിന്നീട് അവൾ ഓർക്കുന്നു. എല്ലാ ദിവസവും ഞാൻ അനേകം പുണ്യപ്രകരണങ്ങൾ അനുഷ്ഠിച്ചിരുന്നു. അവ ഓരോന്നും ഓരോ പുഷ്പമായിരുന്നു. കൂടാതെ എൻ്റെ കുഞ്ഞു പുസ്തകത്തിൽ ഓരോ ദിവസത്തേക്കും അമ്മ നിർദ്ദേശിച്ചിരുന്ന നിരവധി സുഹൃതജപങ്ങളും ഞാൻ ചൊല്ലിയിരുന്നു. ആ സ്നേഹപ്രകരണങ്ങളുടെ പൂക്കളുടെ ഇടയിലെ മുട്ടുകളായിരുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.